നമ്മളുടെ ഇന്നത്തെ പുതിയ ചാപ്റ്റർ വെബ് ടെക്നോളജി. അപ്പോൾ നമ്മൾ ഫസ്റ്റുള്ള 3 ചാപ്റ്റേഴ്സൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഡാറ്റാ സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇനി ഒരു പുതിയൊരു ഇതാണ് ഈ വെബ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും എന്താണ് വെബ്, ഇൻ്റർനെറ്റ്, കമ്മ്യൂണിക്കേഷൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കണേ. നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കണേ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. നമ്മൾ ഇൻ്റർനെറ്റ് എന്താണെന്നും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിനെ പറ്റി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, അവിടെ യൂസ് ചെയ്യുന്ന ഡിവൈസസ്, ടെക്നോളജീസ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ഇതിൽ പറയുന്നത്. പിന്നെ ഈ HTTP അങ്ങനെ കുറച്ച് പ്രോട്ടോകോൾസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റത്തെ ഒരു ടോപ്പിക്കായിട്ട് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്. കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബിൽ പറയാനുള്ളത്, ഇപ്പോൾ വെബ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. വെബ് എന്താ? ഒരു നെറ്റ്വർക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ജാലകം, അതിൽ ഒരു മീഡിയത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ് എന്ന് പറയുന്നത് എന്താ, ഒരു ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിലൂടെയോ ഒന്നിലധികമോ ഡിവൈസസ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെങ്ങനെയെന്നുള്ള ഒരു ഇതാണ് നമ്മളിവിടെ പഠിക്കണേ. അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത്, ഒരു വെബിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സെൻഡറും ഒരു റെസിപ്പിയൻറ്റും ഉണ്ടാവും അല്ലേ. ഒരു മെസ്സേജ് അയക്കുന്ന ആളും ആ മെസ്സേജിനെ റിസീവ് ചെയ്യുന്ന ഒരാളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ 2 എൻഡ് പോയിൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, ഒരു സെൻഡറും ഒരു റിസീവറും. അപ്പോൾ ഈ സെൻഡർ എന്ന് പറയുന്ന ഒരാൾ എന്താ ചെയ്യുന്നത്, സെൻഡർ എന്താ ചെയ്യുക, ഒരു റിക്വസ്റ്റ് അയക്കുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു URL അയക്കുന്നു. ഒരു URL അല്ലെങ്കിൽ നമ്മൾ ഒരു സെൻഡർ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ നോക്കിയിട്ട് അത് റെസിപ്പിയൻറ്റിന് കിട്ടുന്നു. അതൊരു പ്രോട്ടോക്കോളിൻ്റെ അണ്ടറിലായിരിക്കും പോവുക. ഒരു TCP IP എന്നൊക്കെ പറയുന്ന ഓരോ പ്രോട്ടോക്കോൾസ് അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു മെസ്സേജസ് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി അപ്പുറത്തെത്തുന്നത്. അതുപോലെ തന്നെ വേറെ ടൈപ്പ് കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ വെബ് പേജസിനൊക്കെ വേണ്ടിയിട്ട് റിക്വസ്റ്റ് അയക്കില്ലേ, URLs ഒക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് റിസൾട്ട് വെബ് പേജൊക്കെ കിട്ടുന്നത്, അതും എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെർച്ചൊക്കെ ചെയ്യണില്ലേ, സെർച്ച് ചെയ്യുമ്പോൾ എന്താ, നമ്മളൊരു ഇന്ന കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ് പേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷനാണ്. നമ്മളൊരു സെൻഡർ ഒരു റിക്വസ്റ്റ് അയക്കുന്നു, അത് അപ്പുറത്തൊരാൾ റിസീവ് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് അയച്ചു തരുന്നതാണ് നമ്മൾ വെബ് പേജൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ഡയഗ്രാം ഫിഗർ 4.1 പറയണത്. ഈ 4.1 എന്താ പറയുന്നത്, റൂട്ടിംഗ് ഓഫ് എ ഡാറ്റ പാക്കറ്റ് ഫ്രം എ സെൻഡർ ടു എ റെസിപ്പിയൻറ്റ്. അതായത് ഒരു സെൻഡർ ഒരു ഡാറ്റ അപ്പുറത്തൊരു റെസിപ്പിയൻറ്റിന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റേനെ ഇങ്ങനെ ഡാറ്റ പാക്കറ്റ്സ് ഒക്കെ ആയിട്ടായിരിക്കും അപ്പുറത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബിൽ പറയാനുള്ളത്. പിന്നെ വെബിലുള്ള കമ്മ്യൂണിക്കേഷൻസ് 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും 2 വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും. ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്. കമ്മ്യൂണിക്കേഷൻസ് 2 ടൈപ്പിലുണ്ട്, ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനും വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ? എന്താ, പേര് പോലെ തന്നെ ഒരു ക്ലയൻറ്റും ഒരു വെബ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ക്ലയൻറ്റ് ടു വെബ് സെർവർ എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ എന്താണ് ക്ലയൻ്റ് എന്നും എന്താണ് വെബ് സെർവർ എന്നും അറിയണം. ക്ലയൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ റിക്വസ്റ്റ് അയക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയാം. വെബ് സെർവർ എന്ന് വെച്ചാൽ ഈ ക്ലയൻറ്റ് അയച്ചിട്ടുള്ള റിക്വസ്റ്റിനനുസരിച്ച് റെസ്പോൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ വെബ് സെർവർ. അതൊരു കമ്പ്യൂട്ടർ തന്നെയാണ്. ക്ലയൻറ്റും ഒരു കമ്പ്യൂട്ടറാണ്, വെബ് സെർവറും ഒരു കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫോണിൽ അല്ലെങ്കിൽ എൻ്റെ ലാപ്പിൽ ഞാൻ സെർച്ച് ചെയ്യുകയാണ്, ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ സെർച്ച് ചെയ്യുമ്പോൾ ഈ വെബ്സൈറ്റ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ള ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് എന്താ, വെബ് സെർവറിൽ പോകും. എന്നിട്ട് വെബ് സെർവറിൽ പോയിട്ട് ഇതിൻ്റെ URL മാച്ചിങ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ്, അതായത് ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റ് എടുത്തിട്ട് എനിക്ക് കൊണ്ടുവരും അല്ലേ, എനിക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് അയച്ചു, ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് അയച്ചു, അത് വെബ് സെർവറിൽ പോയിട്ട് ഹയർ സെക്കൻഡറിയുടെ വെബ്സൈറ്റ് തന്നു.
അപ്പോൾ അതാണ് ക്ലയൻറ്റും വെബ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ക്ലയൻറ്റും ഒരു വെബ് സെർവർ കമ്പ്യൂട്ടറും ഉണ്ടായിരിക്കും. ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് അയക്കുന്നതിനനുസരിച്ച്, ഒരു URL അയക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മാച്ചിങ് ഒരു വെബ് സെർവറിൽ നോക്കിയിട്ട് അതിൻ്റെ വെബ് സെർവർ എന്ത് ചെയ്യുന്നു, ക്ലയൻറ്റിന് തിരിച്ച് റെസ്പോൺസായിട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ പറയാനുള്ളത്. ഇനി അവിടെ ഒരു പ്രോട്ടോക്കോള് HTTPS എന്ന് പറയുന്നൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലയൻറ്റും സെർവറൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. HTTPSൻ്റെ ഫുൾ ഫോമോട് തന്നിട്ടുണ്ട്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ. ഇനി ഇതുപോലെ തന്നെ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവിടെ എന്താ, ഒരു വെബ് സെർവറും വേറൊരു വെബ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അവിടെ ക്ലയൻറ്റൊന്നുമില്ല, വെബ് സെർവേഴ്സും ആയിരിക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ വെബ് സെർവേഴ്സ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇപ്പോൾ നമ്മളൊരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലയൻറ്റും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റം നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ അത് വെബ് സെർവറാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഒരു ഐറ്റം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ മേടിക്കുകയാണ്, ഓൺലൈനായിട്ട് തന്നെ മേടിച്ച് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റും ഓൺലൈനായിട്ട് തന്നെ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ വെബ് സെർവറും നമ്മളുടെ ബാങ്കിൻ്റെ വെബ് സെർവറും ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത്. എന്നിട്ടാണ് പേയ്മെൻറ്റ് അവിടെ സക്സസ്ഫുള്ളി നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് വെബ് സെർവർ ടു വെബ് സെർവർ എന്ന് പറയുക. നമ്മളുടെ ഓൺലൈൻ വെബ്സൈറ്റിൻ്റെ വെബ് സെർവറും ബാങ്കിൻ്റെ വെബ് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനില്ലേ, അവിടെയാണ് രണ്ട് വെബ് സെർവേഴ്സ് വരുന്നത്, അവിടെ നമ്മളില്ല. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വെബ് സെർവർ ടു വെബ് സെർവർ. അവിടെ രണ്ട് വെബ് സെർവേഴ്സ് തമ്മിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വെബിലുള്ള കമ്മ്യൂണിക്കേഷനിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നതാണ് വെബ് സെർവർ ടെക്നോളജി. അതായത് ഒരു വെബ് സെർവറിനെ സംബന്ധിച്ച് എന്തൊക്കെ ടെക്നോളജീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം.